പക്ഷെ എനിക്ക് വയ്യ. BTS ഇങ്ങനെ 4 വർഷമായിട്ട് പെൻഡിങ് ആയിട്ട് വെച്ച സംഭവങ്ങൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ആർമീസിന് തന്നോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇവിടെ ആർക്കും പരാതി ഉണ്ടാവില്ലല്ലോ അവർ അപ്ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. യൂട്യൂബിൽ വീഡിയോയ്ക്ക് വീഡിയോ, ഇന്റർവ്യൂവിന് ഇന്റർവ്യൂ, റിയാലിറ്റി ഷോയ്ക്ക് റിയാലിറ്റി ഷോ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിക്ക് സ്റ്റോറി, റീലിന് റീല്, പോസ്റ്റിന് പോസ്റ്റ്, പോരാത്തതിന് ടിക്ടോക്കിലെ വീഡിയോസും. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ട ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, നമ്മളെ റൺ BTS. അതും തിരിച്ചു വന്നില്ലേ, റൺ BTS 2.0. ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന എനിക്കറിയാം, കാണാത്തൊരു വേഗം പോയി കാണും. ഇതിനും ചെക്കന്മാർ വൻ പ്രിപ്പറേഷനിലാണ്. നമ്മുടെ യൂട്യൂബിൽ മാറി വന്നുകൊണ്ടിരിക്കുന്ന അൽഗോരിതം അനുസരിച്ചിട്ടൊക്കെയാണ് പുതിയ റൺ എപ്പിസോഡൊക്കെ വരാൻ പോണത്. അതിൻ്റെ ഒരു ചർച്ച ആ ട്രെയിലറിൽ നമുക്ക് കാണാം. മിക്കവാറും മെമ്പേഴ്സിന്റെ വീട്ടിലൊക്കെ കയറിയിട്ട് റൺ BTS എടുക്കുന്നതാണ് തോന്നുന്നത്. ഇനി ഇതിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പട്ടാളത്തേക്ക് തിരിച്ചു പോകാനാണ് നമ്മുടെ ഹോബി പറയുന്നത്. അത് കേട്ടപാടെ നമുജുൻ നോ പറഞ്ഞു. ബാക്കി മെമ്പേഴ്സിന് എന്തായാലും സഹിക്കൂല. അതുകൊണ്ട് പുതിയ റൺ BTSൽ പുതിയ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ പുതിയ ആൽബം പറ്റാത്ത കുറേ ചൊറിഞ്ഞ സാധനങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയൊന്നും പറയാത്തത് കേട്ടോ.